തെരഞ്ഞെടുപ്പിൽ വിപണി കീഴടക്കി സ്ഥാനാർത്ഥികളുടെ ചിത്രമുള്ള മുഖംമൂടികൾ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിക്കാൻ മുന്നണി വ്യത്യാസമില്ലാതെ പ്രവർത്തകർ മുഖംമൂടി അന്വേഷിച്ച് നഗരത്തിൽ എത്തുകയാണ്. ഈ തവണത്തെ തിരഞ്ഞെടുപ്പ് വിപണിയിലെ താരങ്ങൾ സ്ഥാനാർത്ഥികളുടെ ചിത്രമുള്ള മുഖംമൂടികളാണ്. സ്ഥാനാർത്ഥികളായ MT രമേശ്, എളമരം കരീം, MK രാഘവൻ, KK ശൈലജ, യൂത്തമാരുടെ സൂപ്പർ സ്റ്റാറുകളായ ഷാഫി പറമ്പിൽ, പ്രഫുൽ കൃഷ്ണൻ, രാഹുൽ ഗാന്ധി എന്നിവരുടെ മുഖംമൂടികളാണ് ഫാൻസി കടകളിൽ സുലഭമാകുന്നത്. കൂടാതെ പ്ലാസ്റ്റിക്കിൽ നരേന്ദ്രമോദിയുടെ മുഖംമൂടിയും വിപണിയിൽ സജീവമാണ്. പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ പർച്ചേസിന് വേണ്ടി ഡൽഹി പോയപ്പോൾ അവിടെ നരേന്ദ്രമോദിൻ്റെയും രാഹുൽ ഗാന്ധിൻ്റെയും മാസ്ക് കാണാനിടയായി. അങ്ങനെ ആ 10 കൊല്ലം മുമ്പ് നരേന്ദ്രമോദിൻ്റെയും രാഹുൽ ഗാന്ധിയുടെ മാസ്ക് ഇവിടെ ഞങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് സ്ഥാനാർത്ഥികളുടെ മുഖംമൂടി വേണമെന്ന് പല തിരഞ്ഞെടുപ്പിലും പലരും ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഓരോ കോർപ്പറേഷൻ ഇലക്ഷൻ വരുമ്പോഴും അതുപോലെ തന്നെ നിയമസഭ വരുമ്പോഴും ലോകസഭയൊക്കെ വരുമ്പോൾ അതാത് സ്ഥാനാർത്ഥികളുടെ മാസ്ക് ഞങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് ഈ ലോക്കൽ സ്ഥാനാർത്ഥികളെല്ലാം ഞങ്ങൾ മധുരയിൽ നിന്നാണ് അടിച്ചു വരുന്നത്. രാഹുൽ ഗാന്ധിൻ്റെതും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. നരേന്ദ്രമോദിൻ്റെത് പ്ലാസ്റ്റിക് മാസ്കും കൂടി വിപണിയിലുണ്ട്. മുഖംമൂടിക്ക് പുറമെ ഓരോ പാർട്ടികളുടെ ചിഹ്നങ്ങൾ പതിപ്പിച്ച ടീഷർട്ട്, തൊപ്പികൾ, ഷോളുകൾ, സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചുള്ള തോരണങ്ങൾ, കൂടാതെ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് അലങ്കരിക്കാനുള്ള തോരണങ്ങളും തുടങ്ങിയവയും വിപണിയിൽ സുലഭമായി ലഭ്യമാണ്. മൂന്ന് മുന്നണിയും മുഖംമൂടി ഓർഡർ ചെയ്യുന്നതിന് ഒപ്പത്തിനൊപ്പമാണെന്ന് കച്ചവടക്കാർ പറയുന്നു. 5000 മുതൽ 6000 വരെയുള്ള ബൾക്ക് ഓർഡറുകളും വരാറുണ്ടെന്നും കച്ചവടക്കാർ പറഞ്ഞു. ഇത് കൂടുതലും വരിക ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ അതാത് ലോകസഭാ സ്ഥാനാർത്ഥിയുടെ കമ്മിറ്റിക്കാരാണ് നമുക്ക് ഓർഡർ തരിക. ഏതാണ്ട് പല സ്ഥലത്തും 5000, 3000, 4000 ഒക്കെ മാസ്കുകൾ ഓർഡർ തന്നിട്ടുണ്ട്. പലരും കൊണ്ടുപോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാസ്ക് ചിലവായത് വടകരയിലാണ്. ഇരു സ്ഥാനാർത്ഥികളും മാസ്കുകൾ ധാരാളമായിട്ട് ഞങ്ങൾ വിറ്റ് പോന്നിട്ടുണ്ട്. പിന്നെ എല്ലാ സ്ഥാനാർത്ഥിയും BJP ആവട്ടെ, LDF ആവട്ടെ, UDF ആവട്ടെ, എല്ലാ സ്ഥാനാർത്ഥിക്കും മാസ്കുകൾ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് എല്ലാവരും വന്ന് ചോദിക്കുന്നു. ഞങ്ങൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിയുടെയും മുഖംമൂടികൾ ഡൽഹിയിലെ ഓഫ്സെറ്റ് പ്രിന്റിൽ നിന്നും അച്ചടിച്ചു വന്നതിനാൽ അവയ്ക്ക് 10 രൂപയും മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ മുഖംമൂടികൾ മധുരയിൽ നിന്നും അച്ചടിക്കുന്നതിനാൽ അവയ്ക്ക് ഒന്നിന് 20 രൂപയുമാണ് ഈടാക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ മുഖംമൂടികളും ടീഷർട്ടുകളും അലങ്കരിക്കാനുള്ള തോരണങ്ങളും ഫാൻസി കടകളിൽ തൂക്കിയിട്ടതോടെ ജനങ്ങളുടെ മനസ്സിലും ആവേശം ഉയരുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഓരോ മാസ്കുകൾ കാണുമ്പോൾ അതിനുള്ള കൗതുകം ഉണ്ടാവും. എന്താ മോദിൻ്റെതാണെങ്കിലും രാഹുൽ ഗാന്ധിൻ്റെതാണെങ്കിലും ആരതാണെങ്കിലും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ഇലക്ഷൻ വരുമ്പോൾ ഒരു എൻജോയ്. ടീഷർട്ടിനേക്കാൾ വിപണിയിൽ ഡിമാൻഡ് മുഖംമൂടിക്കാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായാണ് ഉപഭോക്താക്കൾ കൂടുതലും മുഖംമൂടികൾ വാങ്ങാറുള്ളതെന്നും കച്ചവടക്കാർ അറിയിച്ചു. രാജ്യം തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഇലക്ഷന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിപണിയിൽ സജീവമായിരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിപ്പിച്ച മുഖംമൂടികളാണ്. ക്യാമറ പേഴ്സൺ ജോൺസൺ K. ജോർജിനോടൊപ്പം അഭിരാമി ഷാജി, കോഴിക്കോട് വിഷൻ.